ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സ്നേഹിതനായ ഒരു ശുശ്രൂഷകൻ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നമുക്ക് കുറച്ച് നേരം ഫോണിൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാമെന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സ്നേഹിതൻ്റെ വീടിന് ചുറ്റും ഇങ്ങനെ തീ കത്തുന്നതായിട്ട് ഇങ്ങനെ ഒരു ദർശനം കണ്ടു. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ ഈ സ്നേഹിതന് ഒത്തിരി സന്തോഷമായി. എന്നിട്ടിങ്ങനെ ഈ സ്നേഹിതൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും സക്കറിയ 2:5 വചനത്തിൻ്റെ അഭിഷേകവും ശക്തിയും നിറയാൻ വേണ്ടി എല്ലാ ദിവസവും ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. വചനം ഇതാണ്, സക്കറിയ 2:5, ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഭവനത്തിന് അല്ലെ വസ്തുക്കൾക്ക് ചുറ്റും നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിൻ്റെ സംരക്ഷണം നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കും. ഈ കഴിഞ്ഞ ധ്യാനത്തിന് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയാക്കിയപ്പോൾ ഈ വ്യക്തി 1-2 ഏക്കർ സ്ഥലം പുതിയതായിട്ട് മേടിച്ചായിരുന്നു. അപ്പോൾ ഈ സ്ഥലം നല്ലതാണോ എന്നറിയാൻ വേണ്ടി ആരോ ഒരാളെ കൊണ്ട് കാണിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, നിങ്ങളുടെ സ്ഥലത്തിൻ്റെ മുകളിൽ കൂടി പോക്കുവരവുണ്ട്, അല്ലെങ്കിൽ തേര് പോകുന്നുണ്ട്, അതുകൊണ്ട് ഈ സ്ഥലം കിട്ടുന്ന പൈസയ്ക്ക് വിൽക്കുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തിക്ക് ആകെ നിരാശയും സങ്കടവും ഒക്കെയായി. അങ്ങനെ ഈ പോക്കുവരവല്ല അല്ലെ ഈ തേരൊക്കെ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അനുഭവം കേട്ടതിന് ശേഷം നിങ്ങളുടെ സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ അറിയുന്ന ഒരു വ്യക്തിയുടെ സ്ഥലത്ത് റബ്ബർ തോട്ടമാണ്. അപ്പോൾ ആ സ്ഥലത്ത് കൂടി രാത്രിയിൽ തേര് പോകുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ഈ വ്യക്തി ആകെ വല്ലാത്തൊരു ഭയത്തിലൂടെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പലയിടത്തും പോയി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴൊക്കെ അവർ പറയും, നിങ്ങളുടെ സ്ഥലത്തോടുകൂടി ഇത് പോകുന്നുണ്ട്, അത് പോകുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഈ വ്യക്തിക്ക് രാത്രി 10 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ലാത്ത ഭയത്തിലൂടെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്നോട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് വരാം, നമുക്ക് ഒന്നിച്ച് രാത്രിയിൽ അവിടെ നിന്ന് ഇരുന്ന് കാണാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ സ്നേഹിതൻ്റെ കൂടെ ഇവരുടെ സ്ഥലത്ത് പോയി രാത്രി ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ പോയി നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എനിക്ക് സിഗരറ്റിൻ്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ അന്നേരം ശ്വാസം മുട്ടാൻ തുടങ്ങും. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ശ്വാസം മുട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ആരോ എവിടെയോ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ടെന്ന്. ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ച് മാറിയിരുന്നപ്പോൾ അയൽവക്കത്തുള്ള ഒരു ചെറുക്കന് ഒരു പറമ്പിൻ്റെ അങ്ങേയറ്റത്ത് പോയി നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് മൊബൈലിൻ്റെ ഒക്കെ വെട്ടം ഇങ്ങനെ തെളിച്ച് തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഇതാണ് ഈ വ്യക്തി പല ദിവസങ്ങളിൽ ഇങ്ങനെ കാണുന്നത്. ഈ അയൽവാസിയായ ചെറുപ്പക്കാരൻ മൊബൈലും തെളിച്ച് പോകുന്നത്. ഈ നമ്മുടെ സ്നേഹിതനായ വ്യക്തി മറ്റുള്ളവർ പറഞ്ഞതനുസരിച്ച് ഇത് തേര് പോകുന്നതാണ് എന്ന് വിചാരിച്ച് ഭയത്തിലൂടെ ജീവിതം ഒരു 1.5 വർഷമായിട്ട് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഭയത്തിന് പ്രാധാന്യം കൊടുക്കാതെ ബൈബിളിൽ 365 തവണ പറയുന്നുണ്ട് നീ ഭയപ്പെടേണ്ട എന്ന്. എന്നിട്ടും നമ്മൾ ഈ വചനമൊക്കെ, ഈ സക്കറിയ 2:5 ഇതൊക്കെ വചനമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഈ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നാലും ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് തേര് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പോക്കുവരവുണ്ട്. ഈ പോക്കുവരവൊക്കെ വില്ലേജിലൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് പറമ്പിലൂടെ കയറി പോകുന്നൊക്കെ പലരും പറയുമ്പോൾ അത് കേട്ട് ഭയപ്പെടാതെ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ചിട്ട് ഇതുപോലേക്കുള്ള അന്ധവിശ്വാസങ്ങൾ കേട്ട് ഭയപ്പെടാതെ ഈ വ്യക്തിയോട് ഇത് പറഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് വല്ലാത്തൊരു ആശ്വാസമായി. ഈ വ്യക്തി നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി ഈശോയെ സ്വീകരിച്ചതിന് ശേഷം ഈ വ്യക്തി പറഞ്ഞു, ഞാനിനി ഈശോയിലല്ലാതെ വചനത്തിലല്ലാതെ മറ്റൊരു കാര്യത്തിലും ഞാനിനി വിശ്വസിക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അന്ധവിശ്വാസത്തിലൊക്കെ പെട്ടുപോകാതെ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സന്ദേശങ്ങൾ കേട്ട് അതിൻ്റെ പുറകെ പോകാതെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് നമ്മുടെ ഏതെങ്കിലും പാപത്തിൻ്റെയൊക്കെ അവസ്ഥയിലാണെങ്കിൽ നമ്മളത് കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ദിവ്യകാരുണ്യ ഈശോയുമായൊരു സ്നേഹബന്ധം പുലർത്തി ഈശോയ്ക്ക് സാക്ഷിയായിട്ട് മാറുവാൻ, പ്രത്യേകിച്ച് ഇതുപോലെ ഭയത്തിൻ്റെ അടിമത്തത്തിലൂടെ കടന്നു പോകുന്നവരെയൊക്കെ വചനത്തിലേക്ക് അടുപ്പിക്കുവാൻ, ഈശോയെ പ്രഘോഷിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും നമ്മൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.